KPCയുടെ താക്കീതുണ്ടായി. താക്കീതിന് പക്ഷേ പ്രവർത്തകർ കൊടുക്കുന്നത് പുല്ലുവിലയാണ്. സ്വാഭാവികമായും അത് പരാജയപ്പെടുന്നിടത്താണോ VD സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്? ഹാഷ്മിൻ, നിസ്സംശയം പറയാം, കോൺഗ്രസിലെ മുഖ്യമന്ത്രി പോരിൽ പ്രകടനങ്ങൾ, പരസ്യ പ്രസ്താവനകൾ, വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന KPCC അധ്യക്ഷന്റെ മുന്നറിയിപ്പ്, താക്കീത് വന്ന നിമിഷങ്ങൾക്കുള്ളിലാണ് VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തുന്നത്. ഇത്തരത്തിൽ KPCC അധ്യക്ഷൻ രംഗത്തെത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ VD സതീശനായും ഒപ്പം KC വേണുഗോപാലിനും ഒക്കെയായി ഈ ഫ്ലെക്സുകളും പോസ്റ്ററുകളും ഒക്കെ പൊതുമധ്യത്തിൽ നിറയുന്ന സാഹചര്യമുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ VD സതീശനായി കനത്ത പ്രകടനങ്ങൾ, അത് വലിയ ആൾക്കൂട്ടത്തോടുകൂടിയുള്ള പ്രകടനങ്ങൾ നടക്കുകയാണ്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇതൊരു പക്ഷേ AICC നിർദ്ദേശത്തിന് ലംഘിക്കുന്നതാവും, അല്ലെങ്കിൽ AICC നിർദ്ദേശമായി ബന്ധപ്പെട്ട് അവമതിപ്പുണ്ടാക്കുന്നതാകും എന്ന് വിലയിരുത്തിക്കൂടിയാകണം VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് കുറിപ്പിട്ടിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ഇത്തരം ചേരിതിരിഞ്ഞുള്ള പ്രകടനങ്ങളിൽ നിന്ന് പ്രവർത്തകർ പിന്മാറണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്നതും ഒഴിവാക്കണമെന്ന് VD സതീശൻ ആവശ്യപ്പെടുന്നുണ്ട്. ഈ നടപടികളിൽ നിന്ന് പ്രവർത്തകർ പിന്മാറണം. അതുമാത്രമല്ല, ഇതിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: 102 സീറ്റുമായി കോൺഗ്രസിന്റെയും UDFന്റെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് നേടിയിരിക്കുന്നത്. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ആദ്യഘട്ട നടപടികൾ പൂർത്തിയായി. രണ്ടാം ഘട്ട നടപടികളിലേക്ക് AICC കടക്കുകയാണ്. ഇത് സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും നിമിഷങ്ങളാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ പാർട്ടിക്കും മുന്നണിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല എന്ന് VD സതീശൻ പറയുന്നു. ചേരിതിരിഞ്ഞ് പ്രകടനങ്ങൾ നടത്തുന്നതും ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്നതും ഒഴിവാക്കണം. അത്തരം നടപടികളിൽ നിന്ന് പ്രിയപ്പെട്ട കോൺഗ്രസ് UDF പ്രവർത്തകർ പിന്മാറണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു എന്നാണ് VD സതീശൻ വ്യക്തമാക്കുന്നത്. തെരുവിൽ കാണുന്നത് VD സതീശൻ അനുകൂലികൾ KC വേണുഗോപാലിന്റെ ഫ്ലെക്സുകൾ അടിച്ചു തകർക്കുന്നതും കീറുന്നതും പ്രതിഷേധ മുദ്രാവാക്യം KC വേണുഗോപാലിനെതിരെ ഉയർത്തുന്നതുമൊക്കെയാണ്. നേരത്തെ തന്നെ, അതായത് തെരഞ്ഞെടുപ്പ് വിധി വരുന്നതിന്റെ തലേ ദിവസം തന്നെ KPCC ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ പ്രവർത്തകർക്കും പാർട്ടിക്കും നൽകിയിരുന്നു. ആ സർക്കുലറിൽ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു, അതായത് തെരഞ്ഞെടുപ്പ് വിധി വന്നതിന് ശേഷം ഇത്തരത്തിൽ അംഗീകരിക്കാനാകാത്ത നടപടികൾ പ്രവർത്തകരുടെയോ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകരുത് എന്നത് AICCയുടെ നിർദ്ദേശമാണ്. അത് കൃത്യമായി പാലിക്കണമെന്ന സർക്കുലർ KPCC അധ്യക്ഷൻ നൽകിയിരുന്നു. പക്ഷേ ആ സർക്കുലറിനൊന്നും ഒരു തരത്തിലുള്ള വിലയുണ്ടായിരുന്നില്ല. അത്തരത്തിൽ ആ സർക്കുലർ മുഴുവൻ കാറ്റിൽ പറത്തിയായിരുന്നു ഈ ദിവസങ്ങളിൽ VD സതീശനായും രമേശ് ചെന്നിത്തലയ്ക്കും KC വേണുഗോപാലിനായും അണികളും പ്രവർത്തകരും ഒപ്പം നേതാക്കളും ഒക്കെ രംഗത്തിറങ്ങിയത്. ഇന്നത് രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അതുമായി ബന്ധപ്പെട്ട താക്കീത് കൂടി നൽകിയത്. ആ താക്കീതാണ് നമ്മൾ നേരത്തെ വായിച്ചത്. അതായത് കർശനമായ AICC നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. ഇത്തരം പ്രവണതകൾ കർശനമായി നിയന്ത്രിക്കണമെന്ന് AICC നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ തീരുമാനം ലംഘിക്കുന്ന നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പാണ് KPCC അധ്യക്ഷൻ അല്പം മുമ്പ് താക്കീതായി നൽകിയത്. അത് രാഷ്ട്രീയകാര്യ സമിതി മുതൽ, അതായത് കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും ഉയർന്ന ഫോറമാണ് രാഷ്ട്രീയകാര്യ സമിതി. രാഷ്ട്രീയകാര്യ സമിതി മുതൽ വാർഡ് പ്രസിഡന്റുമാർ വരെയുള്ളവർക്ക്, MLAമാർ, MP മാർ ഉൾപ്പെടെ വാർഡ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർക്ക് അത് ബാധകമാണ് ആ സർക്കുലർ. പക്ഷേ ആ സർക്കുലറിനൊക്കെ കാറ്റിൽ പറത്തിയാണ് ഇപ്പോൾ VD സതീശനായും KC വേണുഗോപാലിനായും തെരുവിൽ അണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.